ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. 2 ഗ്ലാസ് പച്ചരിയും കൂടെ തന്നെ ഒരല്പം ചെറുപയറും കൂടി കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കുതിർന്നു വന്ന പച്ചരിയും ചെറുപയറും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു കയ്യിൽ ചോറും കൂടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി അരച്ചെടുക്കുക കേട്ടോ. അങ്ങനെ അരച്ചെടുത്ത മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഒരല്പം ഈസ്റ്റും കൂടി ഇട്ട് കൊടുത്ത് കൈവച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഒരു 8 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. അങ്ങനെ ഞാൻ തലേന്ന് അരച്ച് വെച്ച മാവാണ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. അങ്ങനെ പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചെറുപയർ കറിയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. കുതിർത്ത് വെച്ച ചെറുപയർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു തക്കാളിയും ഒരു വലിയ ഉള്ളിയും 2 പച്ചമുളകും അല്പം കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് മൂടി വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ പാന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് കൊടുക്കുക. മൂടി വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ. കൂടെ തന്നെ ചെറുപയറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ദോശയാണ്. അങ്ങനെ ദോശ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. കടലക്കറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചെറുപയറും വെന്തിട്ടുണ്ട്. ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. ചൂടായ ചട്ടിയിലേക്ക് ഒരല്പം എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് വെന്ത് വന്ന ചെറുപയറിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ചെറുപയർ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ദോശേൻ്റെ കൂടെ കഴിക്കാൻ പോവുകയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചെറുപയർ ദോശയും ചെറുപയർ കറിയും കൂടെ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.